കത്തുന്ന ചൂടിൽ ഉരുകുകയാണ് കേരളം. സമാനതകളില്ലാത്ത പകൽ ചൂടാണ് കേരളത്തിലെ മിക്ക ജില്ലകളിലും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിലും താപനില വലിയ തരത്തിൽ ഉയരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അവസാനമായി പുറപ്പെടുവിക്കുന്ന സന്ദേശങ്ങളിലും മുന്നറിയിപ്പായി നൽകുന്നത്. ഇപ്പോൾ IMD ഡയറക്ടർ നിത കെ ഗോപാൽ ന്യൂസ് 18നോടൊപ്പം ചേരുന്നു. മാഡം, മുൻപ് ഉണ്ട മാസങ്ങളിലൊന്നും ഇല്ലാത്ത തരത്തിലുള്ള ഒരു വലിയ ചൂടാണ് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു ഗ്രാവിറ്റി ഇപ്പോൾ വീണ്ടും കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഏറ്റവും അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള പുറത്തു വരുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, നമ്മളുടെ വേനലിന്റെ ഏറ്റവും കാഠിന്യമേറിയ ഒരു സമയത്തൂടെയാണ് നമ്മൾ പോകുന്നത്. അതായത് നമ്മൾക്ക് മീനമാസമാണല്ലോ നമ്മളെ സംബന്ധിച്ചോളം ഏറ്റവും കൂടുതൽ വേനലിന്റെ കടുപ്പം അനുഭവപ്പെടുന്നത്. അപ്പോൾ ആ സമയത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. സൂര്യൻ ഉച്ചസ്ഥായിലേക്ക് വരുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേനലിന്റെ കടുപ്പം അല്ലെങ്കിൽ വെയിലിന്റെ കടുപ്പം ഉള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഇന്നലെ വരേക്കും കേരളത്തിലെ മിക്കവാറും എല്ലാ സ്ഥലങ്ങളും ഒരു ശരാശരി താപനിലയൊക്കെ ഉണ്ടായിരുന്നല്ലോ. പക്ഷെ ഇന്നലെ പെട്ടെന്ന് തന്നെ നമ്മൾ അന്തരീക്ഷത്തിൽ നമ്മൾക്ക് ആകാശത്ത് മേഘങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ പ്രത്യേകിച്ചും രാവിലെ സമയങ്ങളിലൊക്കെ മേഘങ്ങളുണ്ടെങ്കിൽ താപനില ഒരു പരിധിവരെ പിടിച്ചു നിർത്തും. പക്ഷേ ഇന്നലെ നമുക്ക് മേഘങ്ങൾ ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല. കേരളം മൊത്തവും ആകാശം തെളിഞ്ഞ ആകാശമായിരുന്നു. അതുകൊണ്ട് തന്നെ കോട്ടയം, നമ്മുടെ കൊച്ചി എയർപോർട്ട് പോലുള്ള സ്ഥലങ്ങളിൽ താപനില പെട്ടെന്ന് ഉയർന്നു. അപ്പോൾ ഇന്നലത്തെ കോട്ടയത്തെ താപനില എന്ന് പറഞ്ഞാൽ ശരാശരിക്കാളും 3 ഡിഗ്രിയിൽ കൂടുതലായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറയുന്നതും വളരെ ഭയങ്കര അസഹനീയമായ രീതിയിലൊരു താപനിലയിലൊരു വ്യത്യാസം അനുഭവപ്പെട്ടു അവർക്കെന്നുള്ളതാണ്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഈ താപനിലയുടെ കാര്യം പറയുമ്പം ഈ മെഷർമെന്റ് നമ്മൾ തെർമോമീറ്റർ വെച്ചിരിക്കുന്ന കണ്ടീഷൻ അല്ലെങ്കിൽ അന്തരീക്ഷത്തിന്റെ ഒരു ഊഷ്മാവിനെ പറ്റിയാണ് പറയുന്നത്. പക്ഷേ വെളിയിൽ ജോലി ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ സൂര്യപ്രകാശം നേരിട്ട് ഏൽക്കുന്നവർക്ക് ശരിക്കും അതികഠിനമായ വെയിൽ തന്നെയാണിത്. അപ്പോൾ ആ ഒരു കാര്യമാണ് അതിനെ നമ്മൾ പ്രത്യേകിച്ചും പുറത്തൂടെ നടക്കുന്നവർക്കാണ് അതിന്റെ വ്യത്യാസം അറിയുന്നത്. അപ്പോൾ താപനിലയിലെ ഏറ്റക്കുറച്ചിലിനേക്കാളും കൂടുതൽ നേരിട്ട് വെയിൽ അധിക സമയം ഏൽക്കുമ്പോൾ അവർക്ക് അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ വടക്കൻ കേരളത്തിലേക്കായിരിക്കുമോ ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ ചൂട് വരിക? അതോ അതെ, ഇപ്പോൾ നമുക്ക് ഈ സമയത്ത് മഴ കിട്ടുന്നത് പ്രത്യേകിച്ചും തെക്കൻ കേരളത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ആയിരിക്കും താപനില കൂടുതൽ ഉയരാനുള്ള ഒരു സാഹചര്യം. IMDയുടെ ഫോർകാസ്റ്റും മാർച്ച് മാസത്തിലെ ഫോർകാസ്റ്റും അങ്ങനെ തന്നെയാണ്. വടക്കൻ കേരളത്തിൽ നമ്മുടെ ഈ പകൽ താപനില ശരാശരിയേക്കാളും കൂടുതലായിരിക്കും എന്നുള്ള രീതിയിലാണ് ഫോർകാസ്റ്റും വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു 3 ദിവസത്തേക്ക് താപനില അധികമായിട്ടിരിക്കാനുള്ള വരുന്ന 3 ദിവസത്തേക്ക് ഇന്നും നാളെയും മറ്റന്നാളത്തേക്കും താപനില ശരാശരിയിൽ കൂടുതലായിരിക്കും. ആർദ്രത കൂടിയ ഒരു അന്തരീക്ഷം, അതായത് വിയർപ്പ് കൂടുതൽ തോന്നും. അപ്പോൾ കൂടുതൽ അസ്വസ്ഥത ഉണ്ടാകുന്ന ഒരു സാഹചര്യം. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ള രീതിയിലുള്ളൊരു മുന്നറിയിപ്പാണ് പുറപ്പെടുവിച്ചത്. ഏതൊക്കെ ജില്ലകളിലായിരിക്കും പ്രധാനമായിട്ട്? അത് ജില്ല തിരിച്ചല്ല കൊടുത്തിരിക്കുന്നത്. കേരളത്തിൽ പൊതുവെ അങ്ങനെയായിരിക്കും. പിന്നെ തെക്കൻ കേരളത്തിൽ താപനില കുറച്ച് കുറവായതുകൊണ്ട് അത്ര അസഹനീയമായ ഒരു സാഹചര്യം ആയിരിക്കില്ല. കാരണം പ്രത്യേകിച്ചും തിരുവനന്തപുരം, കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലകളിലൊക്കെ രാവിലെ മുതൽ ഒരു ചെറിയ ആകാശം മേഘാവൃതമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ നമുക്ക് അത്രയധികം ഒരു ബുദ്ധിമുട്ട് തോന്നില്ല. പക്ഷേ അത് ഒഴിവാക്കി കഴിഞ്ഞാൽ കേരളം മിക്കവാറും എല്ലാ ജില്ലകളിലും ഏകദേശം തെളിഞ്ഞ ആകാശമായിരിക്കും ഇന്ന് മുഴുവൻ ഉണ്ടാവുക. ഇന്നും നാളെയും മറ്റന്നാളും ഒന്നും അധികം മഴ നമ്മൾ പ്രതീക്ഷിക്കുന്നുമില്ല. വളരെ അപൂർവം ചില സ്ഥലങ്ങളിൽ ഒറ്റപ്പെട്ട ചെറിയ മഴയൊക്കെ ഒന്ന് പെയ്തെങ്കിലേ ഉള്ളൂ. അത് പക്ഷേ നമ്മുടെ അസ്വസ്ഥത കൂട്ടുകയുള്ളൂ. കാരണം പെയ്യുന്ന മഴ അപ്പം തന്നെ അത് ഇവാപ്പറേറ്റായി ആവിയായി അന്തരീക്ഷത്തിൽ വീണ്ടും ആർദ്രത കൂടുന്നതുകൊണ്ട് നമ്മുടെ അസ്വസ്ഥത കൂട്ടാനേ സഹായിക്കുള്ളൂ. അല്ലാതെ അന്തരീക്ഷം തണുക്കുന്ന രീതിയിലോ അങ്ങനെ ഒരു മഴയ്ക്കുള്ളൊരു സാഹചര്യം നമ്മൾ ഈ വരുന്ന 3 ദിവസത്തേക്ക് 5 ദിവസത്തേക്ക് കാണുന്നില്ല. എന്താണ് നമ്മളൊരു മെയിൻ ഒരു പ്രിക്കോഷനായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നുള്ളത്? ഇപ്പോൾ എന്നും KSDMA ഇപ്പോൾ പല സ്ഥലങ്ങളിലും പബ്ലിക് പ്ലേസുകളിലൊക്കെ അനൗൺസ് ചെയ്യുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് നിർജ്ജലീകരണം തടയുക എന്നുള്ളത്. അതായത് ആവശ്യത്തിന് ദാഹം തോന്നുന്നതിന് മുൻപ് തന്നെ വെള്ളം കുടിച്ച് ശരീരത്തിൽ ആവശ്യത്തിനുള്ള ജലാംശവും ലവണങ്ങളും ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ നേരിട്ട് വെയിൽ അടിക്കുന്നത് ഒഴിവാക്കണം എന്ന് പറയുന്ന സമയങ്ങളിൽ, അതായത് ഉച്ചയ്ക്കാണ്, ആ സമയത്ത് ഒഴിവാക്കണം എന്ന് പറയുന്നത് പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. അങ്ങനെ അല്ലാത്ത പക്ഷം പുറത്തിറങ്ങുമ്പോൾ കുടയോ തൊപ്പിയോ അല്ലെങ്കിൽ മറ്റ് കവചങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് നേരിട്ട് ശരീരത്തിൽ അധികം വെയിൽ ഏൽക്കാതെ സൂക്ഷിക്കുക എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ അൾട്രാ വയലറ്റ് KSDMA തരുന്ന വാല്യൂസിലും ഈ കഴിഞ്ഞ ദിവസം വരെ ഒരു സാധാരണ രീതിയൊക്കെ. അപ്പോൾ ഇന്നലെ മുതൽ പതുക്കെ അതിനും ഒരു അല്പം വ്യത്യാസം വർധനവ് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾക്ക് UV ഇൻഡെക്സ് ഇന്നലത്തെ വാല്യൂസ് കൂടുതലായിരുന്നു. അപ്പം ഇനി അങ്ങോട്ടേക്ക് സൂര്യപ്രകാശത്തിന്റെ കാഠിന്യം കൂടുന്തോറും
വരുന്ന വെയിലിന്റെ അതായത് ഞാൻ ആദ്യം സൂചിപ്പിച്ചാൽ ഈ സൂര്യന്റെ രശ്മികൾ നേരിട്ട് ലംബമായിട്ട് നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്നില്ലേ, അപ്പൊ നേരിട്ട് പതിക്കുമ്പോൾ അതിന് ചൂട് കൂടുതലാണ്, ഈ ശക്തി കൂടുതലാണ്. അപ്പൊ ആ ഒരു സമയത്തേക്കാണ്, അതാണ് നമ്മുടെ മീനമാസം എന്ന് പറയില്ലേ, ആ ഒരു കണ്ടീഷനാണ് നമുക്ക് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അധികം മഴയൊന്നും പ്രതീക്ഷിക്കേണ്ട, ആകാശത്ത് അധികം മേഘങ്ങളും ഉണ്ടാവില്ല. അപ്പോൾ ഈ തെളിഞ്ഞ ആകാശവും ഇങ്ങനെയുള്ള ഒരു കണ്ടീഷനും ഒക്കെ ആകുമ്പോൾ നമ്മൾ ക്ലൈമറ്റോളജിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ പോലും ഏറ്റവും കൂടുതൽ വെയിൽ അല്ലെങ്കിൽ വെയിലിന് കൊണ്ടുള്ള ബുദ്ധിമുട്ട്, ചൂട് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ കൂടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ജാഗ്രതാ നിർദ്ദേശങ്ങളെല്ലാം കാര്യമായിട്ട് തന്നെ പാലിക്കുക എന്നാണ് പറയാനുള്ളത്. വളരെ നന്ദി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.